السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം. കുറച്ചധികം പറയാനുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഇത് മുഴുവനായിട്ടൊന്നും പറഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കില്ല. എന്നിരുന്നാലും ഖുർആനിൽ സൂറത്തുൽ ഹുജുറാത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകൾ, പ്രത്യേകിച്ച് സംസാരത്തിന്റെ വിഷയത്തിലുള്ള മര്യാദകളെ ഒന്ന് ചർച്ച ചെയ്തു പോവുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയാം. അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മനുഷ്യന് ഭാഷ നൽകി അനുഗ്രഹിച്ചു എന്ന് പറയാം. ഈ നാവ് കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴായിട്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളിലൊന്നാണ് അള്ളാഹു നമുക്ക് ഭാഷ തന്നു എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു മനുഷ്യൻ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു. ആ ജീവിതത്തിൽ അയാൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പാമ്പിന്റെ മാളത്തിൽ കൈയിട്ട അത് കൊത്തും, പ്രശ്നമാണ്. മരത്തിന്റെ മേലയിലേക്ക് കയറിക്കഴിഞ്ഞ ഉറുമ്പുണ്ട്, കടിച്ചാൽ താഴെ വീവും, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടി ഒരായുഷ്കാലം മുഴുവൻ. ഭാഷ ഒന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണത്, ഇജ്ജ് അത് ചെയ്യരുത് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവും, പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം എന്താ? ഭാഷയാണ്. നമുക്ക് ചെയ്ത് കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ ഈ ഭാഷയുടെ അഭാവത്തിൽ മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എത്തൂല. കാരണം എന്താ? ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള അതേ തെറ്റുകൾ തന്നെ അതിനുശേഷം വന്നിട്ട് വരുന്ന ആളുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് എങ്ങനെയാണ് അത് തടഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? മാത്രമല്ല, നമ്മൾ സ്വായത്തമാക്കുന്ന അറിവ്, ആ അറിവ് നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ശേഷം വന്ന ആളുകൾക്ക് അതിന്റെ അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി പറ്റണേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാരും ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മനുഷ്യായുസ് ഇന്നെത്തിയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഒരു കാരണവശാലും ഭാഷയുടെ അഭാവത്തിൽ മനുഷ്യൻ എത്തിച്ചേരൂല. അല്ലമൽ ഇൻസാന മാലം യഅലം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്തുൽ ഖലം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഈ ആദ്യത്തെ വചനങ്ങളിൽ പറഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് വായന, പേനയുടെ ഉപയോഗം, അറിയാത്തത് പഠിപ്പിച്ചു തരിക. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്തിനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഭാഷയെ കണ്ടെത്താൻ വേണ്ടി പറ്റും, സംസാരത്തെ കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലേ? ഇനി ഈ പറയുന്ന അറിവിനെയും അതിൻ്റെ അപ്പുറത്തേക്ക് ആശയവും തമ്മിൽ കൈമാറുന്നതിന് മനുഷ്യർ അവലംബിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മീഡിയമാണ് സംസാരം എന്ന് പറയാം. മറ്റു പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ എഴുത്തിലൂടെയും, അപ്പം പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്നാണെന്നുണ്ടെങ്കിൽ മറ്റു പല സംവിധാനങ്ങളുണ്ട് നമുക്ക്. പക്ഷെ എന്നിരുന്നാലും ഈ സംസാരം അല്ലെങ്കിൽ ഭാഷയുടെ പ്രയോഗം എന്താണ്? വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലുള്ള തോന്നലുകളും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ പലപ്പോഴായിട്ടുണ്ടാകുന്ന ബാരിയർ എന്ന് പറയുന്നതും ഈ സംസാരമാണ്. ഒരു ഉദാഹരണത്തിന്,
നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല അരിശ ഉണ്ടാവും, നല്ല ദേഷ്യം ഉണ്ടാവും. ഇതെന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നതെന്നുണ്ടാവും, തിരിച്ച് 2 വർത്താനം പറയണമെന്നുണ്ടാവും. ഈ തോന്നൽ പ്രശ്നമല്ല. പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞ, ഫലാ തഖുൽ ലഹുമാ ഉഫ്, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ആ തോന്നലുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിലും കൂടെ. ഇപ്പം മാതാപിതാക്കൾ നമ്മളോട് പ്രായം കയറി വരുന്നതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടും. അത് ചെയ്യണം, ഇത് ചെയ്യണം, അവർ പറയുന്നത് പ്രകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് നീരസം തോന്നിയേക്കാം. മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾക്ക് എന്തില്ല, ഇസ്ലാമിൽ തെറ്റില്ല, അതിൽ പ്രവർത്തിക്കുന്നതിലാണ് പ്രശ്നം. അത് വാക്കായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അത് പറ്റൂല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോളാം, സബർ ചെയ്തോളാം, മാറി നിന്നോളാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അത് വാക്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രവൃത്തികളിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മലക്കുകളെക്കാൾ ഉയരത്തിലേക്ക് അവരുടെ ദറജയെ ഉയർത്താനും അതേസമയം മൃഗങ്ങളെക്കാൾ താഴേലേക്ക് അവനെ ഇല്ലാതാക്കുവാനും സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ അവനെ കേപ്പബിൾ ആക്കുന്ന ഒരു അവയവമാണ് അവനെ സംബന്ധിച്ചിടത്തോളം നാവ് എന്ന് പറയുന്നത്. ആ നാവിനെ നമ്മൾ നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാലാഖമാർക്ക് മുകളിൽ, മലക്കുകൾക്ക് മുകളിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതേസമയം ആ നാക്കിന്റെ ഉപയോഗം കൊണ്ട് മാത്രം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്താനും മനുഷ്യന് സാധ്യമാകുമെന്ന് സാരം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫഇദാ ഷഹിദ അംറൻ ഫൽയതകല്ലം ബിഖൈരിൻ ഔ ലിയസ്കുത്. ഈ സംസാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഇസ്ലാമിലെ അടിസ്ഥാന കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ ഖൈറായത് പറയണം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന ലോജിക്ക്. ഇതാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടാകണം, എന്തെങ്കിലും നന്മ ഉണ്ടാകണം. ഈ ആയത്തിന്റെ പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തെ ഞാൻ ആവർത്തിച്ച് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ നല്ല പറയാം, ഖൈറായിട്ടുള്ളത് പറയാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. നമുക്ക് ഇതിന്റെ ഖുർആനിക പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ജിതനിബു കസീറൻ മിനദ്ദൻ. ആ ആയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വിശ്വാസികളോടായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഒരു വിഭാഗം, ഒരു ഖൗമ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വേറൊരു ഖൗമിനെ കളിയാക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി പാടില്ല. അസാ അൻ യകൂനു ഖൈറൻ മിൻ. കാരണം ഒരുപക്ഷെ ഈ കളിയാക്കുന്ന ആളെക്കാൾ ഉത്തമരായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻ. അതേപോലെ സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വലാ നിസാഉം മിൻ നിസാഇൻ. ഒരു സ്ത്രീ എന്താക്കാൻ പാടില്ല, വേറെ സ്ത്രീകളെ കളിയാക്കാൻ വേണ്ടി പാടില്ല, പരിഹസിക്കാൻ വേണ്ടി പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. കാരണം കളിയാക്കപ്പെടുന്ന സ്ത്രീ ഒരുപക്ഷെ കളിയാക്കുന്ന ആളെക്കാൾ ഖൈറുള്ളവളായിരിക്കും. ഇവിടെ നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, സംസാരത്തിൽ എന്തുണ്ടാവാൻ വേണ്ടി പാടില്ല, പരിഹാസം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കളിയാക്കുക, നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ കളിയാക്കുക എന്ന് പറയും. അപ്പോൾ സംസാരത്തിൽ ഈ കളിയാക്കുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ മാത്രമല്ല. നമ്മൾ തമ്മാമിൽ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ അയാളെ പരിഹസിച്ചു എന്ന് വരൂല. പക്ഷേ നമ്മൾ ഇന്ന് വളരെ പ്രാബല്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ട്രോൾ ഉണ്ടാക്കുക എന്ന് പറയും, കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്തിനേയും ഏതിനേയും എന്താ പറയുക, ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ, അല്ലെങ്കിൽ ഹാസ്യത്തിലൂടെ, അല്ലെങ്കിൽ പരിഹാസത്തിലൂടെ. ആക്ഷേപഹാസ്യമൊക്കെ വളരെ അപൂർവം ഉണ്ടാകലുള്ളൂ. പരിഹാസ്യമാണ് മിക്കവാറും ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയാം. അപ്പൊ അതെന്തായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയായിട്ട് മാറിയിട്ടില്ല. അതൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചു കൊണ്ടുള്ള ഒരു സംഭാഷണ ശൈലിയെ അംഗീകരിച്ചിട്ട്. ആ ആയത്തിന്റെ ബാക്കിയിലേക്ക് നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് അവസാനത്തേക്ക് ഞാൻ ആയത്തൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. ആയത്തിന്റെ ബാക്കിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, പരസ്പരം കുറവാക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ പരസ്പരം കുറവാക്കാനും വേണ്ടി പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്. കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് പരസ്പരം നോവിക്കാനും പാടില്ല. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ.
വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം മോശപ്പെട്ട പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഫമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആര് തൗബ ചെയ്ത് മടങ്ങുന്നില്ലയോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനാണ്? അവർ അക്രമത്തിലായി തീർന്നിട്ടുള്ള ആളുകൾ. ഇവിടെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭാഷണ ശകലങ്ങളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആളുകളെ പരിഹസിക്കാൻ പാടില്ല, കുറവാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടുള്ള കാര്യം. ഇപ്പം ഒരു കല്യാണ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന സംഭാഷണങ്ങളിൽ ഒന്നാണ് എന്താ പറയാ, ഈ മാല സ്വർണത്തിൻ്റെതാണോ? ഒരു ചോദ്യമാണ് സ്ത്രീകൾ തമ്മിൽ ചോദിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ള സമയം, ഇത് സ്വർണത്തിന്റെ മാല തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പലപ്പോഴായിട്ട്. ഈ ചോദ്യങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ മാല ഉള്ള എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ എന്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസത്തിന്റെ ഒരു ധ്വനിയുണ്ട്. അല്ലെങ്കിൽ ആ വിഷയം അറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീഫിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടെന്ത്, ഒന്നെങ്കിൽ ഹൈർ ആയിട്ടുള്ളത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, ഒരാളോട് അയാൾ ഇട്ട വസ്ത്രത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ആഭരണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തെ പറ്റിയിട്ടോ അയാളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടോ എന്തോ ആയിക്കോട്ടെ ഒരു ചോദ്യം, ആ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഹൈറും ഇല്ല. ആ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു നന്മയും നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതേ പശ്ചാത്തലത്തിൽ ആ ചോദ്യം കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു സദസ്സിലായിരിക്കും. സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ടാവുക ഇത് സ്വർണത്തിന്റെ തന്നെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിലെന്തുണ്ട്, ഒരു കുറവാക്കലുണ്ട്. അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തെ പറ്റിയിട്ട് ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് അതേ കുപ്പായം തന്നെ അല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ടല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ മംഗലത്തിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള കുപ്പായമായിരുന്നല്ലോ എന്നെങ്കിൽ ആ രീതിയിലുള്ള സംസാരങ്ങൾ ആളുകളെ അത് കേൾക്കുന്ന സമയത്ത് ഒരാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന, മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം പരിപൂർണമായിട്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ആളുകളെ കുറവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള, കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു വെക്കും. അതിനുശേഷമുള്ള ഒരു കാര്യം, നിങ്ങൾ ഈമാനിലേക്ക് വന്നതിന് ശേഷം മോശമായ പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് വളരെ ചീത്തയായിട്ടുള്ള കാര്യമാണെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പക്ഷെ കുറച്ചും കൂടെ ഗൗരവത്തിൽ എടുക്കേണ്ടത് നമ്മളുടെ യുവാക്കളായിട്ടുള്ള ആളുകളാണ്. കാരണം മിക്കവാറും ആണുങ്ങളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഒക്കെ സർക്കിളുകളിൽ എല്ലാ ആളുകൾക്കും ഓരോരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അത് അവരുടെ സ്വന്തം പേരുമായിരിക്കില്ല. വളരെ എന്താ പറയുക, ചിലപ്പം അർത്ഥത്തിൽ വളരെ മോശപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിന്റെ ഘടനയെ കളിയാക്കുന്ന എല്ലാ ഗ്രൂപ്പിലും ഒരു തടിയനുണ്ടാവും. എല്ലാ ഗ്രൂപ്പിലും എന്താ പറയാ, എന്തെങ്കിലും നീളമുള്ള ഒരാളെ നമ്പോലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാ ഗ്രൂപ്പിലും എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ശരീരമോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രവൃത്തിയോ സ്വഭാവമോ സംസാരമോ കക്കെന്നൊക്കെ പറഞ്ഞിട്ട് പേരുള്ള ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾക്ക് സംസാരിക്കുമ്പോൾ കാ വരുന്ന സമയത്ത് ഒരു വിക്കുണ്ട്, അപ്പൊ അയാളെ വിളിപ്പേര് കക്കെന്നാണ്. ഈ വിളിപ്പേരുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് ഈമാനിലേക്ക് വന്നതിന് ശേഷം ഈ തരത്തിൽ ആളുകളെ പേരുകൾ കൊണ്ട് അഭിസംബോധന, മോശപ്പെട്ട പേരുകൾ, ഇതൊന്നും നല്ല പേരുകളല്ല. എന്താ നിങ്ങൾക്ക് ഒരാളെ ഇനി വിളിപ്പേര് കൊണ്ടേ അഭിസംബോധന ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഗാംഭീര്യമുള്ള ഗൗരവമുള്ള ഒരു വിളിപ്പേരിട്ട് നിങ്ങൾ വിളിച്ചോളി. അബൂ ഹുറൈറ എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ ഉണ്ടായിട്ടുള്ള പേരുകളാണ്. ആളുകളുടെ സ്വഭാവത്തിനെ വെച്ച് നല്ല പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തോളി, കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, മോശപ്പെട്ട പേരുകൾ കൊണ്ട് പരസ്പരം അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്. തൊട്ട് ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദൻ. ഈ സംസാരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത അടുത്തൊരു വിഷയമുണ്ടോ, ഇജ്തനിബു കസീറൻ മിനദ്ദൻ. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഊഹിക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താ, ഇന്ന ബഅദദ്ദന്നി ഇസ്ം. നിങ്ങൾ ഊഹിക്കുന്നതിൽ ചിലത് എന്തായിരിക്കും, ഇസ്മായിരിക്കും, അത് തെറ്റായിരിക്കും. ഈ ഊഹിക്കാൻ പാടില്ല എന്നുള്ളത് കുറച്ച് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഉദാഹരണത്തിന് അയാള് ഒരു കള്ള് ഷോപ്പിൽ നിന്ന് ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അയാളെ കണ്ണൊക്കെ കുറച്ച് ചോന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചിന്തിക്കുക, അവിടെ അയാൾ എന്തിനാണ് അതിന്റെ അകത്തേക്ക് പോയത് എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല, അല്ലെ? വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ അയാൾ ഇറങ്ങി വരുന്നതേ കണ്ടിട്ടുള്ളൂ. അയാൾ അതിന്റെ അകത്ത് എന്ത് ചെയ്തു, അല്ലാഹു ആലം. എന്തിനകത്ത് പോയി, അല്ലാഹു ആലം, നമുക്കറിയില്ല. വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഊഹിക്കാൻ വേണ്ടി പാടില്ല. അയാൾ എന്തിനാണ് അകത്ത് പോയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഊഹം മിക്കവാറും അയാൾ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് കയറിയതായിരിക്കും. അതുകൊണ്ടാണ് കണ്ണൊക്കെ ചോന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ചിലപ്പോൾ ആ മനുഷ്യൻ തലേ ദിവസം രാത്രി കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലാഹു ആലം, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ ഒരു അനുമാനം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ട്.
ഈ അനുമാനത്തെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സൂറത്തുൽ ഹുജറാത്തിൽ കുറച്ച് മുന്നോടിയായിട്ട് ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ഒരു വാർത്ത കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ആ വാർത്തയെ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകാതെ നിങ്ങളടുത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരാളടുത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വാർത്ത കൊണ്ട് ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ കൊണ്ട് വിഡിത്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് പറയുന്നുണ്ട്? ഒരു വിഷയം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അറിയുകയാണെങ്കിൽ അതിനെപ്പറ്റി പൂർണ്ണ ബോധ്യമില്ലാതെ അതിന്റെ മേലെ പ്രവർത്തിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. ഈ വിഷയം പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയും വാട്സാപ്പൊക്കെ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രചാരത്തിൽ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. ബീഹാറിലോ ഛത്തീസ്ഗഡിലോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കണ്ടെടുക്കാൻ വേണ്ടി പറ്റും ആ വാർത്ത. കുറച്ച് ആളുകൾ ഒരു ഗ്രാമത്തിലേക്ക് പുതപ്പ് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വന്നു. അപ്പം തലയിൽ പുതപ്പൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ആൾക്കാർ പുതപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ തലയിൽ പുതപ്പം വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് കയറി വന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ എന്താക്കി? ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പല സംഘങ്ങൾ നമുക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ കുറെ മെസ്സേജുകൾ. അതായത് ചില ആളുകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്, മിക്കവാറും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ മലയാളികളുമായിട്ട് വലിയ സാമ്യതയില്ലാത്ത മുഖച്ഛായും ശരീരപ്രകൃതമൊക്കെ ഉള്ള ആളുകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്നിട്ടുള്ള സംഘമാണ്, അവരെ പോലീസ് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ കാണാറുണ്ട്. അപ്പോൾ സമാനമായിട്ട് ഒരു ഫോട്ടോവും അതിന്റെ താഴെയിൽ കുറച്ച് വാർത്തയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നാട്ടിലുള്ള ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിച്ചു. അതോടെ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി വിട്ട ആൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ. പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത ആദ്യം ഇടുന്നത്. പിന്നെ അതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ കൂടി ഏറ്റുപിടിച്ചതങ്ങോട്ട് പൊലിപ്പിച്ച് അവസാനം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ കൂടി സംഘം ചേർന്നിട്ട് ഇതിൽ ഒരാളെ തല്ലിക്കൊന്നു, ഒരാളെ അടിച്ച് കൊലപ്പെടുത്തി, വേറൊരാളെ അടിച്ചിട്ട് അവസാനം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ കയറി ആകെ പ്രശ്നമായി ബഹളമായി. പക്ഷെ എൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെടാനുണ്ടായിട്ടുള്ള അടിസ്ഥാനം എന്താണെന്ന് അറിയാം, കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പം ഇത് ഒരാൾ ഉണ്ടാക്കി വിടുന്നതല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇത് ബാക്കിയുള്ള ആളുകൾ ഇത് എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളതാണ് അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ള നിലയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോർവേഡ് ചെയ്യുന്നതോടുകൂടെ ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു വാർത്ത കിട്ടി, ആ വാർത്ത ആദ്യം കാണുമ്പോൾ കുറച്ച് അവിശ്വസനീയമായ വാർത്തയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത ആദ്യം കാണുമ്പോൾ നിങ്ങൾ അതുള്ളതൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു 4-5 സ്ഥലത്ത് നിന്ന് ഇതേ വാർത്ത നിങ്ങൾ വീണ്ടും കാണാനിടയായി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പെരുന്നാളിന്റെ തലേന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നു, നാളെ മാസം കണ്ടിട്ടുണ്ട്, നാളെ പെരുന്നാളാണ്. ഓക്കെ, ആദ്യത്തെ ഒരു വാർത്ത ഒരുപക്ഷെ നിങ്ങൾ മുഴുവൻ വിശ്വാസത്തിൽ എടുക്കണമെന്നില്ല, പക്ഷെ ഒരു 5-8 സ്ഥലത്ത് 4-5 ഗ്രൂപ്പിൽ നിന്നും 2 സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ ആ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ അത് ചിലപ്പോൾ ഉള്ളതായിരിക്കും, നാളെ ഇനി പെരുന്നാൾ തന്നെ ആയിരിക്കും നമുക്ക് തോന്നിയേക്കും. അത് ആ വാർത്ത സത്യമാണെന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും നിലക്ക് ബോധ്യപ്പെട്ടുകൊണ്ടൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരേ വാർത്ത ഉള്ളതാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, അത് ഉള്ളതാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. സമാനമായിട്ടുള്ള രീതിയിൽ പല ആളുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു വാർത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിച്ചു? ആളുകൾ അതിന്റെ മേലിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം. ഇവർ പാവങ്ങളായിരുന്നു. ആ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വെറുതെ പുതപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ ഒരു വാർത്ത പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, തെറ്റായിട്ടുള്ള ഒരു വാർത്ത പ്രചരിക്കപ്പെട്ടതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം എതിരായിട്ട് ഉപയോഗിക്കപ്പെട്ടുള്ളത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്. പല കലാപങ്ങളുടെയും ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലശ്ശേരി കലാപത്തിന്റെ ഒക്കെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകൾ സമാനമായിട്ട് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷണർ അതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ ഈ സംഭവം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ ഒരുപാട് വാർത്തകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപം വളരെ വഷളായിത്തീരുന്നത്. മുസാഫർ നഗറിലുള്ള കലാപങ്ങളായിക്കോട്ടെ, എന്ത് വലിയ കലാപങ്ങളുടെ ഒക്കെ പശ്ചാത്തലം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മണിപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള കലാപത്തിനും സമാനമായിട്ടൊരു പശ്ചാത്തലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വിഭാഗത്തിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ പ്രതികാരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും ആ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ കാണാൻ ഇടയായിട്ടുള്ള വളരെ മൃഗീയമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. സ്ത്രീകൾ വളരെ മോശമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാനിടയുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്താണ്? തെറ്റായിട്ടുള്ള വാർത്തയുടെ പ്രചരണം. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി ഈ പ്രചരണത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കണ്ട സാധനം ഉള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കണം. ഇവിടെയാണ് അള്ളാഹു പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ഊഹിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ അടുത്തേക്ക് എന്ത് വിവരം വരികയാണെന്നുണ്ടെങ്കിലും
അത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു പശ്ചാത്തലത്തെ നിങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബാക്കി അത് അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള മെനക്കേട് നിങ്ങൾ എടുക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് തെറ്റായി പോകാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട്. ഇന്ന ബഅദ-ളന്നി ഇസ്ം വലാ തജസ്സസു. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, പരസ്പരം പുയ്പ് പറയാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഗീബത്ത് പറയാൻ വേണ്ടി വലാ തജസ്സസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഴത്തിൽ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അത് നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എന്നിരുന്നാൽ ولا يعتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه. ഇത് നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ولا يعتب بعضكم بعضا. നിങ്ങൾ ചിലരെ പറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഗീബത്ത് പറയാൻ വേണ്ടി പാടില്ല. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പൂർണ്ണമായിട്ടും വെറുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരുപക്ഷെ നമ്മളുടെ അടുത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഐറ്റാണ് ഈ ഗീബത്ത് എന്ന് പറയുന്നത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, ഒരു മനുഷ്യനെ പറ്റിയിട്ട് അയാളുടെ അഭാവത്തിൽ അയാൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ സംസാരിക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ വേറൊരാളോട് സംസാരിക്കുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നമ്മളെ നാടൻ ഭാഷയിൽ പുയ്പ് എന്ന് പറയും. പുയ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യം അയാൾ അത് പുറത്ത് സംസാരിക്കണം അല്ലെങ്കിൽ ആളുകൾ അറിയണം അല്ലെങ്കിൽ ആളുകൾ അറിയുന്നത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അയാളുടെ അഭാവത്തിൽ അയാൾ ഇല്ലാത്ത സമയത്ത് വേറൊരാളോട് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഓക്കെ, പലപ്പോഴായിട്ട് ഈ സംസാരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഈ ഒരാളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അയാളെ പറ്റി കളിയാക്കുന്ന അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത ചില വർത്താനങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് അയാളിപ്പം ഒരു സ്ഥലത്ത് ഇപ്പം അയാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശബ്ദം കുറച്ച് പറയുന്ന സംസാരങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗീബത്ത് എന്ന് പറയാം. അപ്പം പലപ്പോഴായിട്ട് ഈ ഗീബത്ത് പറയരുതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്തതൊന്നും പറയണില്ലല്ലോ, ഉള്ളതല്ലേ പറയണത് എന്നുള്ളതാണ് നമ്മൾ മിക്കവാറും കേൾക്കാറ്. ഞാൻ അങ്ങനെ ഇല്ലാത്തൊന്നുമല്ല, ഓനെപ്പറ്റി എനിക്ക് അറിയുന്ന കാര്യമാണ്, അത് ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഈ ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഇല്ലാത്തത് പറയുന്നത് കളവും കൂടിയാണ്, അതിന് നിങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് വേറെയും കിട്ടും. അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ ഗീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയിട്ടുള്ള കാര്യം. ഇപ്പം ഒരാളെ പറ്റിയിട്ട് ഒരാളെ നമ്മൾ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കാണാനിടയായി എന്ന് വിചാരിക്കും. ഒരാളെ നമ്മൾ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ കാണാനിടയായി, നമ്മൾ മാത്രമേ ആളെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അത് ഗീബത്താണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് പോവാം. ഒരാൾ ഇനി മദ്യപിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരിക എന്ന് തന്നെ വിചാരിക്കുക, അത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ വേറൊരാളോട് പറയണം എന്നുള്ളത് അയാൾ ഒരിക്കലും ആഗ്രഹിക്കൂല. അയാൾ എന്താ വിചാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ആരും അറിയാണ്ട് അങ്ങോട്ട് തീർന്നു കിട്ടിയാൽ മതി എന്നായിരിക്കും അയാൾ വിചാരിക്കുക. ഇനിയിപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ആയിക്കോട്ടെ, ഒരു തെറ്റിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ സഹോദരനെയോ സഹോദരിയോ കാണാനിടയായി എന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അയാൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അയാൾ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത വേറൊരാളോട് അയാളുടെ അഭാവത്തിൽ നമ്മൾ പറയുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗീബത്ത് എന്ന് പറയാം. അപ്പൊ എന്തില്ല, ഗീബത്തിന് സത്യവും അസത്യവും ഒന്നുമില്ല. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ തന്നെ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിന്റെ ഉള്ളിൽ വരും എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം സഹോദരൻ, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഫകരിഹ്തുമൂഹു, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് വെറുക്കുന്നുണ്ട്. ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഈ പറയുന്ന ഖുർആനിന്റെ നിർദ്ദേശങ്ങളോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസക്തമായിട്ടൊരു ഹദീസാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി ലാ യറാ ബിഹാ ബഅസൻ യഹ്വി ബിഹാ ഫിന്നാരി 70 ഖരീഫ്. അതായത് ഒരു മനുഷ്യൻ അയാൾ ഒരു പക്ഷേ പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക്, ആ വാക്ക് ആ മനുഷ്യൻ എന്താ അതിന്റെ പ്രത്യാഘാതം ഇത് പറഞ്ഞു വെക്കുന്ന ആൾ ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് സംസാരത്തിനിടയിൽ വന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തമാശയുടെ ഭാഗമായിട്ട് വന്നു പോയിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, അത് പറഞ്ഞു വെച്ച ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യാഘാതം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് കാരണം ആ മനുഷ്യൻ
70 വർഷം നരകത്തിന്റെ ആഴങ്ങളിലേക്ക് വീഴാൻ കാരണക്കാരനാവുന്ന പറഞ്ഞത്. 70 വർഷം. ഈ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സ്വർഗ്ഗമാണ്. അതേപോലെ തന്നെ നരകത്തിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള നരകം എന്ന് പറയുന്നത് ജഹന്നമാണ്. നരകത്തിൽ ഈ താഴേക്ക് പോണതിനനുസരിച്ചിട്ടാണ് എന്താവുക, നരകത്തിന്റെ ശിക്ഷയുടെ കാഠിന്യം കൂടി വരിക. അപ്പൊ 70 വർഷം താഴേക്ക് വീഴാനുള്ള കാരണമായിട്ട് ഒരു മനുഷ്യൻ ഒരു പക്ഷേ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ കാരണമായി തീരും എന്നെന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ പറഞ്ഞു വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, സംസാരങ്ങൾ നമ്മളിപ്പം വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കളിചിരിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അല്ലെങ്കിൽ പല പ്രയോഗങ്ങളും അല്ലെങ്കിൽ ചില ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മളുടെ പല ഉപയോഗങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ വിഷയങ്ങളെയൊക്കെ ഒന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ സാധാരണക്കാരനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവൻ ഇസ്ലാമിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ മേഖലകളും ഇസ്ലാമിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംസാരം, അയാളുടെ പ്രവൃത്തി, അയാളുടെ വസ്ത്രധാരണം, കാരണം വിശ്വാസികൾ മറ്റുള്ള ആളുകളെ പോലെയല്ല ഒരിക്കലും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഒരുപക്ഷെ ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയരാകാതെ നിൽക്കാനുള്ള ഇസ്ലാമിന്റെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മറ്റു പല മതങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ അവരിലേക്ക് ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ചില വിഷയങ്ങൾ അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്, ചില വിഷയങ്ങൾ അവർ പുതുതായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ കാലത്തിന്റെയും സമയത്തിന്റെയും ആവശ്യകതക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടണം എന്നുള്ളത് അല്ലെങ്കിൽ വിധേയമാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴായിട്ട് ഇസ്ലാമിനെതിരെ ആളുകൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നെന്ന് പറയാം. പക്ഷെ അത് ഇസ്ലാമിന് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് കാലത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദീന് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സമയത്തിനനുസരിച്ച് ഒരു കാലത്തിനനുസരിച്ചിട്ട് അപ്പോഴുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനനുസരിച്ചിട്ട് അയാളുടെ രീതിയോ ശൈലിയോ മാറ്റുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയാണ്. അതിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് ലോകം മുഴുവൻ വേറെ വസ്ത്രധാരണങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച സാഹചര്യത്തിലും ഒരു വിശ്വാസി എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ വസ്ത്രധാരണത്തിൽ ഇസ്ലാം അവനോട് നിഷ്കർഷിച്ചതായിട്ടുള്ള മര്യാദകൾ പാലിക്കാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അല്ലേ? ലോകത്തിലെ വസ്ത്രധാരണങ്ങൾ പല രീതിയിൽ മാറിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വസ്ത്രധാരണത്തിന്റെ സംവിധാനങ്ങൾ, അതിനുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതിന്റെ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾക്കായെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം ആയിക്കോട്ടെ, അവരുടെ ആഹാരക്രമം ആയിക്കോട്ടെ, അവരുടെ ഇബാദത്തുകളായിക്കോട്ടെ, അവരുടെ ജീവിത സങ്കല്പമായിക്കോട്ടെ, അവരുടെ കുടുംബങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബ സംവിധാനങ്ങളായിക്കോട്ടെ, അവരുടെ വിവാഹമായിക്കോട്ടെ, അവരുടെ ജോലി തെരഞ്ഞെടുക്കലായിക്കോട്ടെ, ഇതെല്ലാം എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ആ മനുഷ്യന്റെ സംസാരങ്ങളും എന്തിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്? ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഗൗരവം നമ്മൾ പലപ്പോഴായിട്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നാവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുക കളവ് പറയാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള, ഏറ്റവും ഒരാൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കളവ് പറയാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല സംസാരങ്ങൾ ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കുടുംബത്തില് ഖൈറായിട്ടുള്ളത് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ നമുക്ക് എത്രമാത്രം കുറക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? ഇപ്പോൾ ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ചിലപ്പം ഭാര്യ അന്നത്തെ ദിവസം മുഴുവനായിട്ട് വീട്ടിൽ കുട്ടികളെപ്പുറം ഗുസ്തി പിടിച്ചിട്ട് ഇത് എങ്ങനെയാണിതൊന്ന് തീർക്കാന്നുള്ള നിലക്ക് നിൽക്കുകയായിരിക്കും. കയറി വരുന്ന സമയത്ത് ഭർത്താവ് ആ ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ ഞാൻ ഖൈറ് പറയണം അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കണം എന്നുള്ളതാണെന്നൊന്ന് ചിന്തിക്കുക. അപ്പൊ കയറി വന്ന ഉടനെ തന്നെ ഭാര്യയെ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള 2 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ സംഭാഷണം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ വലിയ പരിക്കുപറ്റൂ. അതല്ല, കയറി വന്ന ഉടനെ തന്നെ ഇനി ഈ വീട്ടിൽ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവും. അത് ഖൈറായിട്ടുള്ള വർത്താനല്ല.
മനസ്സിലായി? സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഭർത്താവ് വളരെ ടെൻസ്ഡായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യ അയാളോട് നല്ല നിലക്ക് നല്ല സ്നേഹത്തിലുള്ള സംസാരത്തിലാണ് ആ സംഭാഷണം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഉമ്മ ഇന്ന് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ എന്നുള്ള തുടക്കത്തിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ കൊളാവും വിഷയം. അതിന് കാരണം എന്താ? ആ സംസാരത്തിൽ എന്തില്ല? ഖൈറില്ല. ഖൈറില്ലാത്ത സംസാരങ്ങളാണ് നിങ്ങൾക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ നന്മയായിട്ടൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? സംസാരം ഇല്ലാണ്ടാക്കുക. അപ്പം ഈ നിർദ്ദേശങ്ങൾ, അപ്പം ഞാൻ ഒന്നും കൂടെ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇൻഷാ നമുക്ക് ഓക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇസ്ലാമില് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ, അതായത് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളത് വിശ്വസിക്കാനും പാടില്ല, അത് വേറൊരാളോട് പറയാനും പാടില്ല, അതിൻ്റെ മേലയിൽ നമ്മൾ പ്രവർത്തിക്കാനും പാടില്ല. ഒന്ന്. രണ്ട്, നമ്മുടെ സംസാരങ്ങളിൽ ആളുകളെ ഏതെങ്കിലും രീതിയിൽ കുറവാക്കുന്ന അല്ലെങ്കിൽ പരിഹാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മളുടെ സംസാരത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഒറ്റക്ക് ഒരാളോട് സംസാരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതല്ല, നമ്മളൊരു കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് ആളുകളെ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ പറയുന്ന സൂക്ഷ്മത നമ്മൾ പാലിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. മൂന്നാമത്തത്, പരസ്പരം പരിഹാസം ഉണ്ടാക്കുന്ന, അതായത് ഈ പുതിയ മീം സംസ്കാരങ്ങളിലും ട്രോൾ സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതായിട്ടുള്ള രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. 4, മോശമായിട്ടുള്ള പേരുകൾ കൊണ്ട് പരസ്പരം അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് വിളിപ്പേരുകൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പേരുകൾ കൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യുക. 5, ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയോ വിലയിരുത്താൻ പാടുള്ളതല്ല. കാരണം ആ ഊഹങ്ങളും തോന്നലുകളും പലപ്പോഴും തെറ്റായിട്ടാണ് അവസാനിക്കുക. അതേപോലെ തന്നെ ആളുകളെ പറ്റിയിട്ട് ഗീബത്ത് പറയുക, മോശമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ അഭാവത്തിൽ അയാളെ പറ്റിയിട്ട് മോശമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നതും ഇസ്ലാം വളരെ ശക്തമായിട്ട് വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മയിലുണ്ടാകും. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് നമീമത്ത് എന്ന് പറയുന്നത്. ഗീബത്തിന്റെ കൂടെ സഹോദരനായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ഈ നമീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ലാ യദ്ഖുലുൽ ജന്നത ഖത്താദ്, നമീമത്ത് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ നമീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിലോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ എന്തെങ്കിലും സ്പർദ്ധ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം, ആ സംസാരത്തിനാണ് നമ്മൾ നമീമത്ത് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ കൂട്ടുകുടുംബ സംവിധാനങ്ങളൊക്കെ ഇന്ന് വളരെ കുറവാണ്, എന്നാലും ഒരു കുടുംബത്തിൽ ഒരുപാട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരങ്ങളും അവരുടെ ബന്ധത്തിന് പല ഡയമെൻഷനുകളുണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ കാരണവന്മാരുണ്ടാവും, അനന്തരന്മാരുണ്ടാവും, പുറത്തുനിന്ന് കല്യാണം കഴിച്ച് വന്നിട്ടുള്ള ആളുകളുണ്ടാവും, പിയാപ്പിളാരുണ്ടാവും, പുറത്തുനിന്ന് വന്നിട്ടുള്ള പെൺകുട്ടികളുണ്ടാവും. അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല നിലക്കായിരിക്കും ഇവരെന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവരുടെ സംസാരങ്ങൾ പല നിലക്കായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും നിലക്ക് സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഉപ്പയെ പറ്റിയിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും ചെറിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, അതിനിപ്പോൾ ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതിനൊരു ഒരു നല്ല ഉദാഹരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഒരു സഹോദരന്റെ പോരായ്മയെ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തെറ്റുണ്ടായി എന്ന് വിചാരിക്കുക, ആ തെറ്റിനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു തെറ്റിനെ മറച്ചു പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ആ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഉപ്പയിൽ നിന്ന് നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്തൊരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ ഭർത്താവിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാകുമെന്നും വിചാരിക്കുക. അതായത് അവർ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ വിചാരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ അത് മറച്ചു വെക്കുന്നതിൽ, അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള
നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ സമൂഹമോ ഒരിക്കലും അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹു നാളെ മഹ്ശറയിൽ വെച്ച് മറച്ചു പിടിക്കും. അത് ആളുകൾ അറിയാതെ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്കോർഡ് തേച്ച് മാച്ച് കളയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. അപ്പം ഈ നമീമത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു വെക്കുന്ന പല പരാതികൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടോ നമ്മുടെ വീട്ടുകാരോടോ നമ്മുടെ സഹോദരനോടോ ഒക്കെ മറ്റുമായിട്ട് പറഞ്ഞു വെക്കുന്ന പല സംസാരങ്ങളും ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ വഷളാക്കാൻ സാധ്യതയുള്ള സംസാരങ്ങളാണ്. അത്തരം സംസാരങ്ങൾ എന്ത് ചെയ്യും? ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള സംസാരങ്ങളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമീമത്ത് എന്നുള്ള നിലക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ നമീമത്ത് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താ? ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ നല്ല നിലക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തിന്റെ ഉള്ളിലൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു വിഷയമാണ് ഈ നമീമത്ത് എന്ന് പറയാം. ഈ വിഷയത്തിന്റെ അവസാനമായിട്ട് ഒരു വിഷയം കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ ആയത്തുകൾക്കിടയിൽ, ഈ ആയത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ വലാ തജസ്സസു എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വലാ തജസ്സസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ചാരവൃത്തി നടത്താൻ വേണ്ടി പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ വലാ തജസ്സസു. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഒരു വിഷയത്തെയും ചൂഴ്ന്ന് അന്വേഷിക്കുക, ചാരവൃത്തി നടത്തിയിട്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ചാരവൃത്തി നടത്തി അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അയാൾ പുറത്ത് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഒരാളുടെ ജീവിതത്തിൽ, അത് ഏത് മേഖലയായിക്കോട്ടെ, അത് അയാളുടെ സ്വകാര്യ ജീവിതം ആയിക്കോട്ടെ, അയാളുടെ പ്രൊഫഷണൽ ജീവിതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ ഏർപ്പെടുന്ന വേറെന്തെങ്കിലും വിനോദം ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമല്ലോ. ഇപ്പം എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ഇന്ന കാര്യങ്ങൾ അറിയാൻ, ആ സുഹൃത്ത് എന്നെ പറ്റി ഇന്ന കാര്യങ്ങൾ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ആ കാര്യങ്ങൾ പറയും. അതിൻ്റെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നോട് ആ കാര്യങ്ങൾ പറയുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ ഇന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല എന്ന് വിചാരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് ഓൻ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ പറ്റി അന്വേഷിച്ച് പോവുക എന്ന് പറയുന്നത് വലിയ നല്ല കാര്യമൊന്നുമല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിൽ എങ്ങനെയാണ്, അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അയാൾ വലിയ ശമ്പളമുള്ള ആളാണോ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ കഴിവുള്ള ആൾക്ക്, ഇതൊന്നും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. ഇത് ഈ പറയുന്ന ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചോദ്യമാണ്. ഒരു സ്ത്രീ ഒരു കല്യാണത്തിന്റെ ഇടയിൽ ഇട്ടിട്ടുള്ള മാലയെ ചൂണ്ടിക്കാണിച്ച് വേറൊരു സ്ത്രീ ചോദിക്കുകയാണ് ഇത് സ്വർണം തന്നെ ആണോ എന്നുള്ളത്. ഓക്കെ, ആ സ്ത്രീ ആ വിവരം അറിയേണ്ടതായിട്ടുള്ള യാതൊരുവിധ ആവശ്യമില്ല. ഒന്ന്, അത് അറിഞ്ഞതുകൊണ്ട് ഈ സ്ത്രീക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഒരു ഹൈർ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹൈർ ഉണ്ടാവാനുണ്ടോ? ഇല്ല. മാത്രമല്ല, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവാക്കലുമാണ്, അല്ലേ? അതിപ്പം ഇനി സ്വർണ്ണം അല്ല എന്ന് വിചാരിക്കുക, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസം ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ സംസാരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലാണ് ഇത് കൂടുതലായിട്ട് കേട്ടോ. ആണുങ്ങളുടെ ഇടയിൽ ഈ സംസാരം അധികം ഉണ്ടാവാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു പരിധി കൂടുതൽ ചോദിക്കാൻ നിൽക്കരുത്. അത് വളരെ മോശപ്പെട്ടുള്ളൊരു സ്വഭാവമാണ്. നിങ്ങളെ വീട്ടിൽ ഈ കാര്യം എന്തായി, അല്ലെങ്കിൽ നിങ്ങളെ മോളുടെ പിയാപ്പിളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ, ഇതൊന്നും അറിഞ്ഞതുകൊണ്ട് ചോദിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് ഗുണമില്ല. ഇത് ചോദിക്കപ്പെടുന്ന ആൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കപ്പെടുന്നതുകൊണ്ട് നല്ല പ്രയാസം ഉണ്ടാവും, അല്ലേ? അതിപ്പം പറയാൻ വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. ഇനിയിപ്പം അത് ചോദിച്ചത് കൊണ്ട് ഇനി ഇത് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അയാൾ പറയുന്നത് എന്തായിരിക്കും? ഗീബത്തുമായിരിക്കും. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് നിങ്ങളെ കുടുംബത്തിലുള്ള ഇവരും തമ്മിലുള്ള പ്രശ്നം എന്തായി. അപ്പം ആ പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ എന്തായാലും ആ പ്രശ്നത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും രണ്ട് മോശം പറയേണ്ടിയും വരും. അപ്പോൾ ആ സംഭാഷണത്തിൽ എന്തൊക്കെ ഉണ്ടായി? അവിടെ അനാവശ്യമായിട്ടുള്ള ചുഴുനോട്ടം ഉണ്ടായി. ആ ചുഴുനോട്ടത്തിന്റെ ഭാഗമായിട്ട് ഇനി പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ വേറൊരാളെ പറ്റിയിട്ടുള്ള ഗീബത്തും, അല്ലേ? അവിടെയാണ് ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ എന്താ പറയുക, ഒരു പ്രാധാന്യം വരുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിൽ ഹൈർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ, ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഹൈറുണ്ടോ, അല്ലെങ്കിൽ ഇത് അറിയുന്നതിൽ, അല്ലെങ്കിൽ ഈ സംഭാഷണം ഉണ്ടാവുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഹൈറുണ്ടോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ സംഭാഷണത്തിനെ പ്രസക്തി ഇല്ല എന്നങ്ങോട്ട് മനസ്സിലാക്കുക. അതുപോലെ ആ തജസ്സുന് ഒരു ഡയമെൻഷനും കൂടെ ഉണ്ട് കേട്ടോ. മുൻകാലങ്ങളിൽ ഒരു മനുഷ്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ
ഒരുപാട് നാട്ടിലിറങ്ങിയിട്ടൊക്കെ അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാളുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ട് കുറച്ച് മെനക്കേടാണ് ഒരാളെ പറ്റിയിട്ട് അയാളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെയുള്ളതിനെ പറ്റി അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആളുകൾ ഇതൊക്കെ കൂടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൂട്ടുന്ന ഒരു കാലമാണ്. ഡെയിലി വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയും. കുടുംബത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അത് കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരൽ മുതൽ പ്രസവത്തിന്റെ 3-ാമത്തെ ദിവസം വരെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യാണ്, അവരുടെ ജീവിതങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ പ്രദർശനത്തിന് വെച്ചു എന്നുള്ളത് കൊണ്ട് ഇത് കാണൽ നമുക്ക് അനുവദനീയമാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത്, ഓരോടത് പുറത്ത് കാണിക്കരുത് എന്നല്ല പറഞ്ഞത്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അത് നോക്കി പോണ്ടെന്നാ പറഞ്ഞത്. ഒരാളെ പറ്റിയിട്ട് അയാളുടെ വിവരങ്ങൾ മുഴുവൻ അയാൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടെ നമ്മളോട് അത് നോക്കി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രദർശിക്കപ്പെടുന്നു ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണ്ട, അത് അന്വേഷിച്ച് പോകാൻ വേണ്ടി നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ എന്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാളുടെ ഫേസ്ബുക്ക് ഫോർ യു പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അയാൾ 2010 മുതലൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ അയാളുടെ ജീവിതം മുഴുവൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി പറ്റും. അയാൾ എവിടെയൊക്കെ പോയി, അയാൾ ആരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു, അയാൾ എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുത്തു, അയാൾ പോയിട്ടുള്ള കല്യാണങ്ങൾ, അയാൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊന്നും അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ക്രിമിനൽ അന്വേഷണത്തിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം പോലീസുകാർക്ക്. അതല്ലാണ്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യനെ പറ്റി ഇത്തരം വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വലാ തജസ്സസു. ഇതിന് ഗൗരവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അനുവാദമില്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണമായിട്ടൊരു കല്ലെടുത്തെറിഞ്ഞിട്ട് അയാളുടെ കണ്ണ് പോയാൽ പോലും ആ കണ്ണ് പോയ ആൾക്ക് യാതൊരുവിധ നിവൃത്തിയില്ല എന്നാ ശരിയായിട്ട് പറയണം. മനസ്സിലായില്ലേ? അതായത് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കി, ഓക്കെ, പെട്ടെന്ന് എന്താക്കി ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് അയാളുടെ കണ്ണ് അതിന്റെ ഭാഗമായിട്ട് അടിച്ചുപോയി എന്ന് വിചാരിക്കുക. ആ കണ്ണ് പോയ ആൾക്ക് എന്തില്ല, യാതൊരു നിവൃത്തിയില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരാളുടെ പ്രൈവസിയിലേക്ക് അനാവശ്യമായിട്ട് എത്തി നോക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ഒരാളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായ ആവശ്യമില്ലാത്ത ഒരു വിഷയം അന്വേഷിച്ചു പോരുത്. അത് അയാൾ ഇനി പ്രദർശനത്തിന് വെച്ചാൽ പോലും അവിടുന്ന് തിരിഞ്ഞടന്ന് കളയാം. കാരണം എന്താ, നിർദ്ദേശം നമ്മളോടാണ്, അയാളോടല്ല. അത് നോക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോയി കളയാം. ഇതിന്റെ വേറൊരു പ്രത്യാഘാതം എന്താണെന്നറിയോ, നമ്മളൊരു മനുഷ്യനെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എന്തായാലും തെറ്റുകൾ കണ്ടെത്തും. കാരണം നമ്മൾ ആരും മലക്കുകളൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, സ്വകാര്യ ജീവിതങ്ങളുണ്ട്. ആ സ്വകാര്യ ജീവിതത്തിൽ നമ്മളും അള്ളാഹുവും തമ്മിൽ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അത് ചിലപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചില സംസാരങ്ങളായിരിക്കും, ചില പ്രയോഗങ്ങളായിരിക്കും. ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളും അള്ളാഹുവും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ ഈ നിലക്ക് നമ്മൾ എന്താ പറയുക, ഒരു മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചിട്ട് അയാളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ അയാളെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയണം എന്നുള്ളൊരു നീയത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെടുത്തും ഒരു നല്ലതും സ്വീകരിക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നോക്കി. നമുക്കിപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഉസ്താക്കന്മാരുണ്ടാവും, പ്രഭാഷകന്മാരുണ്ടാവും, അവരുടെയൊക്കെ വ്യക്തിജീവം അതൊരു വലിയ ചർച്ചയാണ് പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം എന്താ പറയുക, ഇങ്ങനെയുള്ള ഉസ്താദുമാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് സ്ഫിയറിൽ നിൽക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകൾ, അവരുടെ ജീവിതത്തിലേക്കുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലുതാക്കിയിട്ടൊക്കെ കാണിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിപ്പോയിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റ് 10 കൊല്ലം മുമ്പ് ഉണ്ടായതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളാക്കി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പോരായ്മ ഒരു മനുഷ്യനിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അത് ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി പാടില്ല, അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും വേണ്ടി പാടില്ല. ഇതിലാകെ ഉള്ള ചില എക്സെപ്ഷൻ എന്ന് പറയുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് ആകെ അതിന് എന്താ പറയുക, ഒരു എക്സെപ്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇതിന് ബാധകമല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യനെ പറ്റി കുറച്ചധികം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം നമുക്ക് അനുമതി തരുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒരു കല്യാണമൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ പരിസരത്തൊക്കെ ഇയാൾ എങ്ങനെയുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരിധിയിൽ അപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യനെ പറ്റി അന്വേഷിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. അതല്ലാതെ ഒരാളുടെയും ഒരു സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലാൻ എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുവാദം തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാറാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അറിയിപ്പം ഒരാൾ ഒരു കളവ് ചെയ്തു, ഒരു ഉദാഹരണം പറയാം, ഒരു കളവ് ചെയ്തു, അത് അയാൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല, അയാൾ പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല, അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ കളവ് ചെയ്തത് അയാൾക്ക് ഇനിയിപ്പം അയാൾക്കൊരു ഒരു മനസ്താപം ഉണ്ടാവുകയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലക്ക് അയാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പറ്റും. ഇത് ഒരാൾ അറിഞ്ഞ് അത് പിന്നെ 100 ആൾക്കാർ അറിഞ്ഞെന്ന് വിചാരിക്കുക, അയാൾ എന്തായി സമൂഹത്തിൽ ഒരു കള്ളനായിട്ട് മാറി, അല്ലേ?
ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് തീർക്കാൻ നിൽക്കുള്ളതായിരിക്കും അയാൾ പിന്നീട് മിക്കവാറും ചിന്തിക്കുക. അപ്പം എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയും പുറത്തു പറയാൻ വേണ്ടി പാടില്ല. ഇനി ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് ഉള്ള ഈ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊന്ന് വിചാരിക്കുക. എന്തുമാത്രം സുരക്ഷിതത നമുക്ക് ഉണ്ടാവുന്നൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എൻ്റെ ഭാഗത്തുനിന്നൊരു പോരായ്മ ഉണ്ട്, എൻ്റെ ഒരു സഹോദരൻ അത് കണ്ടു, പക്ഷെ എനിക്കറിയാം അയാളൊരു വിശ്വാസി ആയതുകൊണ്ട് അത് പുറത്തൊരാളോടും പറയൂല. അതുകൊണ്ട് ഞാനും അള്ളയും തമ്മിൽ ഇതിന് ഡീൽ ചെയ്താൽ മതി. അല്ലാണ്ട് നാട്ടുകാർ അറിയുന്നതിനെ പറ്റിയിട്ട് ഞാൻ വ്യാകുലപ്പെട്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് വേറെ പ്രയാസം നിൽക്കേണ്ട. എൻ്റെ സഹോദരൻ അത് അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഓൻ എന്ത് ചെയ്യില്ല, അതൊരു കാരണവശാലും പുറത്തു പറയില്ല. കാരണം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഓനത് എന്ത് ചെയ്യും, സ്വന്തം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അതിനെ കൊണ്ട് ഉപയോഗിക്കുക. അല്ലാണ്ട് എന്നെ മോശമാക്കാൻ വേണ്ടി ഞാൻ അത് ഉപയോഗിക്കില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തെറ്റ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്താ വിചാരിക്കാന്നല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും അള്ളാഹിനോട് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ചില സംസാരങ്ങളുണ്ടായി, ചില പോരായ്മകളുണ്ടായി. ഭാര്യ ഭർത്താവിൻ്റെ പോരായ്മകളെയും ഭർത്താവ് ഭാര്യയുടെ പോരായ്മകളെയും മറച്ചു വെക്കുന്നുണ്ടെന്ന് വിചാരിക്കും ബാക്കിയുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. അവരുടെ കുടുംബങ്ങൾ അതറിയാതെ, ഇനി ഭർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭർത്താവിനോട് പറയും, പക്ഷെ വേറെ ആരോടും പറയാതെ അതിനെ മറച്ചു വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രയാസങ്ങൾ എത്രമാത്രം കുറയും. അല്ലെങ്കിൽ നമ്മളുടെ കുടുംബങ്ങൾ, ഇപ്പം ഈ ഗീബത്ത് എന്ന് പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ ആ സദസ്സിൽ നിന്ന് വിടവാങ്ങിക്കഴിഞ്ഞാൽ എന്നെപ്പറ്റി ആരും അവിടെ മോശം സംസാരിക്കില്ല എന്നുള്ള പരിപൂർണ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും ആളുകളും തമ്മിലുള്ള ബന്ധത്തിൽ എത്രമാത്രം ഊഷ്മളത ഉണ്ടാവും. നമ്മളെ കുടുംബത്തിൽ ഒരാളും നമ്മളെ പറ്റി മോശം പറയില്ല എന്ന് നമുക്കറിയാം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാരും എന്നെ പറ്റി മോശം പറയില്ല, എൻ്റെ ഭാര്യയുടെ വീട്ടിലാരും എന്നെ പറ്റി മോശം പറയില്ല. ആ വീടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രമാത്രം സമാധാനമൊക്കെ. പലപ്പോഴായിട്ട് കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ആ പോകുന്നതിനേക്കാൾ ആവേശം എന്തിനായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചർച്ചകളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആ സംഭവം എങ്ങനെയാണ് ആളുകൾ ഇനി എടുക്കുക എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ട് വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ ആരും എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റി മോശം സംസാരിക്കില്ല, അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ സമൂഹത്തിലും ആ വീട്ടിലും എത്രമാത്രം ഒരു സമാധാനവും ആർദ്രതയും ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇസ്ലാമിൽ ഖുർആനിൽ പ്രത്യേകിച്ചിട്ട് സൂറത്തുൽ ഹുജറാത്തിലുള്ള ആ നിർദ്ദേശങ്ങൾ നമ്മളുടെ വീടുകളിലും നമ്മളുടെ സമൂഹത്തിലും നമുക്ക് പാലിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും സമാധാനവും ശാന്തിയും നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഉണ്ടാവും. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കാൻ തുടക്കത്തിൽ തന്നെ കുടുവാളെടുത്തിട്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഭാര്യയോട് മോശമായിട്ടായിരിക്കില്ല സംസാരിക്കുക. അപ്പം ഭാര്യ എന്ത് ചെയ്യും, ഭർത്താവ് വീട്ടിൽ വരുന്ന ആഗ്രഹിച്ചു നിൽക്കും. ഭർത്താവ് അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കും ആഗ്രഹിക്കുക. കാരണം എന്താ, എൻ്റെ ഭാര്യ അത്രയും നല്ല സംസാരങ്ങളുണ്ടായിരിക്കും എന്നെ സ്വീകരിക്കാമെന്നറിയാം. അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം പൊറുക്കാൻ വേണ്ടിയിട്ട്, പരസ്പരം സബർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മത്സരിക്കും. ഇതിലൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഊഷ്മളത നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം ഈ വിഷയം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ എടുത്തു, ഇന്നത്തെ ക്ലാസ് കേട്ടതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം എടുത്താൽ മതി. സൈലൻസ്, സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ നിയമത്തിൽ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് അതിൻ്റെ സ്വാഭാവിക രീതി, അതായത് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക രീതിക്കാണ് നമ്മൾ സ്റ്റാറ്റസ് കോ എന്ന് പറയാം. നമ്മളുടെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് മിണ്ടാണ്ടിരിക്കലായിരിക്കണം, സംസാരമാവേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഏത് സദസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിലും മിണ്ടാണ്ടിരിക്കുക. നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പറയുന്ന സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിലൂടെ എന്തെങ്കിലും ഹൈറുണ്ടോ? ഇല്ലേ? മിണ്ടാണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ആ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാക്ക് കൊണ്ട് 70 വർഷം നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ 70 കൊല്ലം ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ നരകത്തിൻ്റെ എങ്ങോട്ടെത്തും എന്നുള്ളത്. 70 കൊല്ലം വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നാവിൻ്റെ ഉപയോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹമാക്കി നമുക്ക് തന്നിട്ടുണ്ടോ അതേപോലെ തന്നെ അതൊരു പരീക്ഷണം കൂടിയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അത്തരത്തിൽ സംസാരങ്ങളെ നിയന്ത്രിക്കുവാൻ, ആ സംസാരങ്ങളിൽ ഹൈറ് മാത്രം ഉണ്ടാക്കുവാൻ, അതിലുണ്ടായി പോകുന്ന ചില പ്രയാസങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് മടങ്ങുവാനും, ആയതിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.